ഹായ് ഓൾ. നടികർ ഡയറക്റ്റഡ് ബൈ ജൂനിയർ ലാൽ. അദ്ദേഹം ഡയറക്റ്റ് ചെയ്തതിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടമായ രണ്ടേ രണ്ട് ചിത്രങ്ങളേ ഉള്ളൂ. ഒന്ന് ഹണീബിയും മറ്റേത് ഡ്രൈവിംഗ് ലൈസൻസും. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രമായ ഡേവിഡ് പടിക്കലിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ടോവിനോ ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ മാനേജറായി സുരേഷ് കൃഷ്ണ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റോള് മികച്ചതായിരുന്നു. പിന്നെ ബാലു വർഗീസ് ഉണ്ട്, സൗബിൻ ഷാ ഉണ്ട്, ഭാവന ഉണ്ട്. ഭാവനയ്ക്ക് അത്ര പ്രാധാന്യമുള്ളൊരു റോളായിട്ട് എനിക്ക് ഈ സിനിമയിൽ തോന്നിയിട്ടില്ല. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. അതായത് ധ്യാന്, വിജയ് ബാബു, ഇന്ദ്രൻസ്, ഷൈൻ ടോം ചാക്കോ, പിന്നെ ഡയറക്ടർ രഞ്ജിത്ത്, അങ്ങനെ നിരവധി പേരുണ്ട്. ഇതിലെ BGM ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബേബി ജീൻ പാടിയ കൊമ്പൻ എന്ന് പറഞ്ഞ സോങ് നല്ല ഗുമ്മുണ്ടായിരുന്നു. ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ ഇതിലെ നായകനായ ഡേവിഡ് പടിക്കൽ തന്റെ ആദ്യത്തെ 2-3 ചിത്രം ഹിറ്റായതോടുകൂടി സൂപ്പർ സ്റ്റാർ പദവി കിട്ടിയ ആളാണ്. എന്നാൽ ഈ സ്റ്റാർഡത്തിൽ മതിമയങ്ങി ജീവിച്ച് അയാൾ പതുക്കെ പരാജയത്തിലേക്ക് നീങ്ങുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ കംബാക്കും ഇമോഷണൽ ഡ്രാമയൊക്കെയാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ചിലപ്പോൾ ഇഷ്ടമായേക്കാം. പക്ഷേ ഒരു കോമൺ ഓഡിയൻസിന് ഈ സിനിമ ഇഷ്ടമാകാൻ യാതൊരു ചാൻസും ഇല്ല. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സെക്കൻഡ് ഹാഫ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വീണ്ടും എന്തൊക്കെയോ ഒരു മിസ്സിംഗ് പോലെ അനുഭവപ്പെട്ടു. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ത്രൂ ഔട്ട് എൻഗേജിംഗ് ആയി നമ്മളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. പല സ്ഥലത്തും ലാഗിങ്ങും ഒരു വിരസതയും അനുഭവപ്പെട്ടു. ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. അപ്പോൾ ഓക്കെ, പുതിയൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ ബൈ.